നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാനാത്വത്തിൽ ഏകാത്വം എന്നാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അസ്തിത്വം. വിവിധ ജാതി മത ഭാഷകൾ ഒന്നിച്ചു ചേർന്ന അധികമെങ്ങും കാണാനാകാത്ത ഒരഴക്. ഈ ബഹുസ്വരതയും വ്യത്യസ്തതയും ഒക്കെ ഇന്ത്യക്കാരുടെ കുടിയേറ്റത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെയും ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുടെയും മതാടിസ്ഥാനത്തിലുള്ള ആനുപാതം തികച്ചും വ്യത്യസ്തമാണെന്ന കണ്ടെത്തലുകൾ വന്നിരിക്കുകയാണ്. അമേരിക്ക ആസ്ഥാനമായ പ്യൂ റിസർച്ച് സെന്ററാണ് ഇതിനാസ്പദമാക്കി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ജീവിക്കുന്നവരിൽ ഏകദേശം 80% പേർ ഹിന്ദുമത വിശ്വാസികളാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് കുടിയേറുന്നവരിൽ 41% മാത്രമാണ് ഹിന്ദുക്കൾ എന്ന് ലോക കുടിയേറ്റങ്ങളുടെ മതപരമായ ഘടനയെക്കുറിച്ചുള്ള സർവേയുടെ ഫലം വെളിപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇസ്ലാം മത വിശ്വാസികളുടെ കാര്യം. ഇന്ത്യയിൽ ജീവിക്കുന്നവരിൽ 15% മാത്രമാണ് മുസ്ലിങ്ങൾ. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്നവരിൽ 33% മുസ്ലിങ്ങളാണെന്നാണ് സർവേ ഫലം പറയുന്നത്. അതിലും വിചിത്രമാണ് ക്രിസ്തുമത വിശ്വാസികളുടെ കാര്യം. ഇന്ത്യയിലെ ജനങ്ങളിൽ ഏകദേശം 2% ക്രിസ്ത്യാനികൾ. എന്നാൽ ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ കുടിയേറിയവരിൽ 16% ക്രിസ്ത്യാനികളാണത്രേ. ജനസംഖ്യാ അനുപാതത്തിന് അനുസരിച്ചില്ലാത്ത രീതിയിൽ ക്രമാതീതമായാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. സിഖ്, ജെയിൻ തുടങ്ങിയ മതങ്ങളിൽ നിന്നുള്ളവരും ഇത്തരത്തിൽ ആനുപാതകമല്ലാത്ത തരത്തിൽ ഇന്ത്യ വിട്ടിട്ടുണ്ടാകാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിന് നേതൃത്വം നൽകിയ സ്റ്റെഫാനി ക്രാമർ പറയുന്നത്. ആഗോളാടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ 280 മില്യണിലധികം പേർ, അല്ലെങ്കിൽ ലോക ജനസംഖ്യയുടെ 3.6% പേർ കുടിയേറ്റക്കാരാണ്. 2020 കണക്കുകൾ പ്രകാരം ലോകത്തെ കുടിയേറ്റക്കാരിൽ 47% പേരും ക്രിസ്ത്യാനികളാണ്. 5% പേർ ഹിന്ദുക്കളുമാണ്. 4% ബുദ്ധമതക്കാരും 1% ജൂതന്മാരും കുടിയേറ്റക്കാരാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ രേഖകളും 270ഓളം സെൻസസ് ഡാറ്റകളും സർവേകളും അടിസ്ഥാനപ്പെടുത്തി പ്യൂ റിസർച്ച് സെന്റർ പറയുന്നു. അംഗീകൃതമല്ലാത്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരിലും നിരീശ്വരവാദികളിലും 13% പേർ സ്വന്തം രാജ്യം വിട്ട് മറ്റിടങ്ങളിൽ താമസിക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്വന്തം ജന്മസ്ഥലം വിട്ട് മറ്റിടങ്ങളിൽ താമസിക്കുന്നവരെയാണ് കുടിയേറ്റക്കാർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വന്നവരുടെ മതഘടന രാജ്യത്തെ മതഘടനയോട് സമാനത പുലർത്തുന്നതാണെന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ ലോക ജനസംഖ്യയിൽ 15% ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും കുടിയേറ്റക്കാരിൽ അത് 5% മാത്രമാണ്. ഹിന്ദുക്കൾ കൂടുതലായി ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാവാം കാരണമെന്ന് കാർമർ പറയുന്നു.